2018 നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 4ാമത്തെ പാർട്ടാണ്. നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് പോയിന്റ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്തായാലും നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനും വരുന്ന DME എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം ഇങ്ങനെയുള്ള വീഡിയോകളും നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോകളും ഉണ്ടാകുന്നതായിരിക്കും. JHയുടെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. First question, an early sign of acute respiratory failure. Option: cyanosis, restlessness, paradoxic chest movement, arrhythmia. Correct answer: restlessness. An early sign of acute respiratory failure എന്നുള്ളത് early sign, നേരത്തെ ഉള്ള സൈൻ കാണുന്ന സൈനാണ് restlessness. Respiratory failure is defined as partial pressure of oxygen less than 60 mm Hg while breathing air. ഇവിടെ less than 60 mm Hg എന്നാണ്. While breathing air or a partial pressure of carbon dioxide of more than 50 mm Hg. Respiratory failure നമുക്ക് ABG എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. partial pressure of oxygen അതിൽ 60 കുറവായിരിക്കും. നോർമൽ എന്ന് പറയുമ്പോൾ 80 to 100 ആണ്. ABGയിലുള്ള partial pressure of oxygen എത്രയാണ്? 80 to 100 ആണ്. അപ്പൊ അതിൽ 60 താഴെ വരും. 80 താഴെ വന്നാൽ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നോർമൽ 35 to 45 mm Hg ആണ് വേണ്ടത്. അത് മോർ ദാൻ 50 ഉണ്ടാവും. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്തൊക്കെയാണ്? ഹൈപ്പോക്സീമിയ, ഡിസ്നിയ. ഹൈപ്പോക്സീമിയ എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് ഓക്സിജൻ കണ്ടന്റ് ഇൻ അവർ ബ്ലഡ്. ഡിസ്നിയ, ഡിഫിക്കൽറ്റി ഓർ ലേബേർഡ് ബ്രീത്തിങ്. ടക്കിപ്നിയ, ഇൻക്രീസ്ഡ് റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ദാറ്റ് ഈസ് ടക്കിപ്നിയ. വളരെയധികം കൂടുതലുള്ള ഹാർട്ട് റേറ്റ് ആയിരിക്കും. ബ്രാഡിപ്നിയ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്, ഹാർട്ട് റേറ്റ് കുറയുന്നു, അതാണ് ബ്രാഡിപ്നിയ. വീക്ക് ആൻഡ് ത്രെഡ് ടക്കിക്കാർഡിയ. ഹൈപ്പർ ടെൻഷൻ, കാർഡിയോജനിക് ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, കാർഡിയോജനിക് ഫെയിലർ ആണെങ്കിൽ. ഓർത്തോപ്നിയ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് വൈൽ ലൈൻ ഡൗൺ പൊസിഷൻ. നമ്മൾ കിടന്ന് ശ്വാസം എടുക്കാൻ, സാധാരണ രീതിയിലുള്ള ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഓർത്തോപ്നിയ, അതും ഉണ്ടാവും. ചെസ്റ്റ് എക്സ്റേ ഷോസ് ഏരിയാസ് ഓഫ് വൈറ്റ് ഔട്ട് വെയർ ഫ്ലൂയിഡ്സ് ഹാസ് റീപ്ലേസ്ഡ് എയർ ഫിൽഡ് ലങ് ടിഷ്യൂസ്. അപ്പൊ ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ, വൈറ്റ് ഔട്ട്, മൊത്തം ലങ്സ് വൈറ്റ് കളർ ആയിരിക്കും. കാരണം എന്താണ്? ഈ എയർ ഫിൽഡ് ലങ് ടിഷ്യൂസിലൊക്കെ എയർ ആണ് വേണ്ടത് ശരിക്കും. ലങ്സ് ടിഷ്യൂസിലൊക്കെ അവിടെ ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് പാരഡോക്സിക്കൽ ബ്രീത്തിങ്? Paradoxical breathing എന്താണ്? Is often a sign of breathing problem. It causes the chest to contract during inhaling and to expand during exhaling. അപ്പൊ ചെസ്റ്റിന് മൂവ്മെന്റ് വരും. ചെസ്റ്റ് മൂവ്മെന്റ്, ഉള്ളില് ചെസ്റ്റ് മൂവ്മെന്റ് ഡ്യൂറിങ് ഇൻഹേലിംഗ് കൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. എക്സ്പാൻഡ് ചെയ്യുന്ന എന്താണ്? ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് വികസിക്കുകയും ചെയ്യും. എക്സാക്ട് ഓപ്പോസിറ്റ്, നമ്മൾ സാധാരണ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വികസിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരഡോക്സിക്കൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ദ ഓപ്പോസിറ്റ് ഓഫ് ഹൗ ഇറ്റ് ഷുഡ് മൂവ്. നമ്മൾ സാധാരണ ശ്വാസം എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെസ്റ്റ് മൂവ് ചെയ്യുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരഡോക്സിക്കൽ ബ്രീത്തിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയൽ ഡോർ ടു നീഡിൽ ടൈം ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിബ്രിനോലറ്റിക് തെറാപ്പി ഇൻ പേഷ്യന്റ് വിത്ത് അക്യൂട്ട് ഇസ്കീമിക് സ്ട്രോക്ക് ഈസ്. ഓപ്ഷൻസ്: 45 minutes, 60 minutes, 90 minutes, 3 hours. Correct answer 60 minutes ആണ്. ഐഡിയ ഡോർ ടു നീഡിൽ. ഡോർ ടു നീഡിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഭവം, ഒരു സ്ട്രോക്ക് വന്നു, സ്ട്രോക്ക് വീട്ടിൽ നിന്ന് വന്നാണെങ്കിൽ അത് മുതലുള്ള സമയമല്ല, നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ എത്തി, അതിനുശേഷം എപ്പോഴാണ് നമുക്ക് ത്രോംബോലൈറ്റിക്സ് നമുക്ക് ലഭിച്ചത്, അതാണ് നീഡിൽ. ഡോർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയ സമയവും അതിനുശേഷം നമുക്ക് നീഡിൽ എന്ന് പറയുമ്പോൾ ആ ത്രോംബോലൈറ്റിക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഏത് സമയത്ത് ലഭിച്ചു എന്ന് അതുവരെയുള്ള സമയമാണ് ഡോർ ടു നീഡിൽ സമയം. അത് നമ്മളെ സ്ട്രോക്ക് കേസിലാണെങ്കിൽ 60 മിനിറ്റ് ആണ്. ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 1 മണിക്കൂറിനുള്ളിൽ സ്ട്രോക്ക് കേസിൽ നമുക്ക് ഫിബ്രിനോലറ്റിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. The National American Heart Association recommend treatment start with tissue plasminogen activator
within 60 minutes of the patient arrival in the emergency department in the case of stroke. But tissue plasminogen activator നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും to reduce the risk of stroke. An IV injection of recombinant tissue plasminogen activator, also called Alteplase. Alteplase എന്നാണ് സാധാരണ ഈ ഒരു മെഡിക്കേഷന് പറയുന്നത്. ആക്ടിവേസ് എന്നും പറയും, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇപ്പൊ സ്ട്രോക്കിന് കൊടുക്കുന്ന ഒരു ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററുടെ പേര് എന്താണ്? അൾട്ടേപ്ലേസ് ഓർ ആക്ടിവേസ് ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഫോർ ഇസ്കീമിക് സ്ട്രോക്ക്. IV tissue plasminogen activator should be administered to all eligible acute stroke patient within 3 hours of last non-normal. അപ്പം സാധാരണ എപ്പോൾ നോർമൽ ആയിട്ട് ഇരിക്കുന്നു, ഇപ്പൊ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നത്. അപ്പൊ അതിനുശേഷം ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു അൾട്ടേപ്ലേസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കണം എന്നുകൂടെ നിങ്ങൾ അറിയുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതിനകത്തൊരു MIയുടെ കേസും കൂടെ പറയാം. The goal for patient with ST elevation MI STEMI should be achieve a door to needle time within 30 minutes. അപ്പൊ അതാണ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ST elevation MI പേഷ്യന്റിന് പെട്ടെന്ന് നമ്മൾ ത്രോംബോലൈസ് ചെയ്യണം, ICUലേക്ക് മാറ്റുകയോ കാഷ്വാലിറ്റി വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അതിന്റെ ഡോർ ടു നീഡിൽ ടൈം 30 മിനിറ്റ്സ് ആണ്. ST elevation MIയുടെ സ്ട്രോക്കിനേക്കാളും കുറവാണ്, 30 മിനിറ്റ് ആണ്. ത്രോംബോലൈസിസ് നമ്മൾ ത്രോംബോലൈസ് ചെയ്യണം പേഷ്യന്റിനെ, പെട്ടെന്ന് കാഷ്വാലിറ്റി വെച്ച് തന്നെ ചെയ്യണം. ആൻഡ് എ ഡോർ ടു ബലൂൺ ടൈം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടത് എത്രയാണ്? 90 മിനിറ്റ്സ്. 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യണം. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ബലൂൺ ടിപ്ഡ് കത്തീറ്റർ നമ്മൾ ഇൻസർട്ട് ചെയ്യാണ് ത്രൂ ദ ആർട്ടറി. മോസ്റ്റ്ലി ഫിമറൽ അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ ബ്രാക്കിയൽ അപ്രോച്ച്, റേഡിയൽ അപ്രോച്ച് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ബലൂൺ നമ്മൾ സാധാരണ ഒബ്സ്ട്രക്ഷൻ ഉള്ള കൊറോണറി ആർട്ടറിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഈ ബലൂണ് കൊണ്ടുപോയി അവിടെ ഇൻഫ്ലേറ്റ് ചെയ്യും. അത് ഒന്നെങ്കിൽ സ്റ്റെന്റ് ഉള്ളതുണ്ടാകാം, സ്റ്റെന്റ് ഇല്ലാത്തതുണ്ടാകാം. ഇപ്പൊ ICUലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കാർഡിയാക് ICUലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അല്ലെങ്കിൽ കാത്തലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ ഡീസെന്റ് ആയിട്ട് അറിയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ ഇത് മാത്രമായിട്ട് ആൻജിയോപ്ലാസ്റ്റി, CABG എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് എടുക്കാൻ ശ്രമിക്കാം. അപ്പൊ അതിനകത്ത് മൊത്തം നമ്മൾ പറഞ്ഞു പോകാം. അതുപോലെ IABP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഷീൻ, ആ ഒരു മെഷീനെ കുറിച്ചൊക്കെ നമുക്കൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. നമുക്ക് ഏതൊക്കെ മെഡിസിൻ ആണെന്ന് നോക്കാം. അൾട്ടേപ്ലേസ്, റിറ്റേപ്ലേസ്, ടെനക്ടേപ്ലേസ്, യൂറോക്കിനേസ്, പ്രോയൂറോക്കിനേസ്, സ്ട്രെപ്റ്റോക്കിനേസ്, ഇത്ര മെഡിസിൻ ഓർത്ത് വെക്കണം. ഈ ഒരു മെഡിസിൻ ട്രോംബോലൈറ്റിക്സ് മെഡിസിൻ ആണ്. എസ്പെഷ്യലി ST elevation MIക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണെന്ന് ഓർത്ത് വെക്കുക. സ്ട്രെപ്റ്റോക്കിനേസ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാറുള്ളതാണ്, അതോടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the hemodynamic changes after successful initiation of an intra-aortic balloon pump in a patient with cardiogenic shock include hemodynamic changes after IABP machine നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പേഷ്യന്റ് നമ്മൾ കണക്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ഹീമോഡൈനാമിക് ചേഞ്ചസ് എന്താണ്? ഓപ്ഷൻസ്: ഡിക്രീസ്ഡ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് ആൻഡ് ഡിക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം, ഇൻക്രീസ്ഡ് ഡയസ്റ്റോളിക് BP ആൻഡ് ഡിക്രീസ്ഡ് സിസ്റ്റോളിക് BP, ഡിക്രീസ്ഡ് PAWP that is pulmonary artery wedge pressure and increased cardiac output, decreased CVP central venous pressure and increased right atrial pressure. IABP കണക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഹീമോഡൈനാമിക് ചേഞ്ച് എന്താണ്? ഒരു കാർഡിയോജനിക് ഷോക്ക് ഉള്ള പേഷ്യന്റ് ആണ്. കറക്റ്റ് ആൻസർ ഡിക്രീസ്ഡ് PAWP പൾമണറി ആർട്ടറി വെഡ്ജ് പ്രഷർ ആൻഡ് ഇൻക്രീസ്ഡ് കാർഡിയക് ഔട്ട്പുട്ട്. സാധാരണ IABP കൊടുക്കുന്ന പേഷ്യന്റ് ഇൻഡിക്കേഷൻ പറയുകയാണെങ്കിൽ കാർഡിയോജനിക് ഷോക്ക് ആണ്, അല്ലെങ്കിൽ അയോട്ടിക് ഡിസക്ഷൻ, അയോട്ടിക് റിഗർജിറ്റേഷൻ തുടങ്ങിയ പ്രോബ്ലം ഉണ്ടാവും. കാർഡിയക് ഫെയിലർ ഉള്ള പേഷ്യന്റ് ആണ്, അപ്പം ഇജക്ഷൻ ഫ്രാക്ഷൻ കുറവായിരിക്കും. അപ്പം എന്തായാലും കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടാനാണ് IABP മെഷീൻ ഉള്ളത്. IABP മെഷീൻ കൊടുക്കുന്നത് കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് നോക്കാം. An intra-aortic balloon pump or IABP is a long skinny balloon that controls the flow of blood through your largest blood vessel, the aorta. അപ്പൊ സാധാരണ IABP മെഷീൻ ആണിത്. ഇത് നമ്മൾ സാധാരണ ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ കാർഡിയോജനിക് ഷോക്ക് ആണ്, അല്ലെങ്കിൽ അയോട്ടിക് ഡിസക്ഷൻ, അയോട്ടിക് റിഗർജിറ്റേഷൻ, അതുപോലെ എന്തെങ്കിലും അരിത്മിയ. ഇപ്പം ഒരു
വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, വീട്ടി വന്നു, പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി. അപ്പൊ നമ്മൾ പേഷ്യന്റിന് CPR കൊടുക്കും, പേഷ്യന്റിന് ഡീഫിബ്രിലേഷൻ കൊടുക്കും, എമർജൻസി ഡ്രഗ്സ് കൊടുക്കും, പേഷ്യന്റിനെ ഇന്റിബേറ്റ് ചെയ്യും. പേഷ്യന്റ് ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പേഷ്യന്റ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇജക്ഷൻ ഫ്രാക്ഷൻ EF കുറയും. അപ്പൊ പേഷ്യന്റ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ആ ഒരു പ്രഷർ, ആ ഒരു എന്താ പറയാ സ്ട്രെസ് കുറയ്ക്കുക. അപ്പൊ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കില്ലേ, അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിനുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു IABP മെഷീൻ കണക്ട് ചെയ്യുന്നത്. ഇത് സാധാരണ ഫിമോറൽ റൂട്ടിലാണ് ഈ ഒരു മെഷീൻ സാധാരണ നമ്മൾ IABP മെഷീൻ ഇൻസർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫിമോറൽ റൂട്ടിൽ നമ്മൾ അയോട്ടയുടെ ഭാഗത്തേക്ക് നമ്മൾ ഒരു ബലൂൺ കൊണ്ടുവന്നിട്ട് ആണ് ഈ ഒരു സാധാരണ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ആണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് EF കൂട്ടും. അപ്പൊ ഇജക്ഷൻ ഫ്രാക്ഷൻ, ആ ഒരു കാർഡിയക് പുഷ്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലോട്ടുള്ള ബ്ലഡിന്റെ ആ ഒരു ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയാണ് ശരിക്കും IABP മെഷീൻ നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് മേ റെക്കമെൻഡ് ആൻ IABP if your heart is not getting enough blood or is not sending enough out to the rest of your body. This condition is also called a cardiogenic shock. അപ്പൊ നമ്മുടെ ഹാർട്ടിന് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും മതിയായ അളവിലുള്ള ബ്ലഡ് എത്തിക്കാൻ കഴിയാതെ വരുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ IABP മെഷീൻ ഇടുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് പിന്നീട് എടുത്തു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ വാപ്പ് കെയർ ബണ്ടിൽ? ഓപ്ഷൻസ്: ഓറൽ കെയർ, സബ്ഗ്ലോട്ടിക് സക്ഷൻ, DVT പ്രൊഫിലാക്സിസ്, ഹ്യൂമിഡിഫിക്കേഷൻ. കറക്റ്റ് ആൻസർ ഹ്യൂമിഡിഫിക്കേഷൻ. വാപ്പ് കെയർ ബണ്ടിൽ ഇല്ലാത്ത എന്താണ്? ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. എന്താണെന്ന് നോക്കാം. ദ വാപ്പ് പ്രിവെൻഷൻ ബണ്ടിൽ ഇൻക്ലൂഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കാം, HOPD എന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മയിരിക്കാൻ പെട്ടെന്ന് പഠിക്കാം. HOPDS എന്നൊക്കെ ഓർത്ത് വെക്കാം. അതാണ് ഇവിടെ. ഹെഡ് ഓഫ് ദി ബെഡ് എലിവേഷൻ 30 to 45 ഡിഗ്രി. ഇപ്പൊ വാപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആണ് വാപ്പ്. അപ്പൊ ഹെഡ് ഓഫ് ദി ബെഡ് എന്ത് ചെയ്യണം? 30 മുതൽ 45 ഡിഗ്രി എലിവേറ്റ് ചെയ്യണം. അതുപോലെ ഓറൽ കെയർ വിത്ത് ക്ലോറസിലിൻ 0.12%. ക്ലോറസിലിൻ മൗത്ത് വാഷ് കൊടുക്കണം. പെപ്റ്റിക് അൾസർ പ്രൊഫൈലാക്സിസ്. ഇപ്പൊ നമുക്കറിയാം ICUവിൽ വരുന്ന പേഷ്യൻസിന്, ലോങ് ടൈം ആയിട്ട് അഡ്മിറ്റ് ആയ പേഷ്യന്റ്, അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയ പേഷ്യന്റ്, ഇന്റിബേറ്റ് ചെയ്ത പേഷ്യന്റ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ റാൻഡാക്ക് ഡോക്ടേഴ്സ് എഴുതി പോകാറുണ്ട്. റാൻഡാക്ക് അല്ലെങ്കിൽ പാൻഡോപ്രസോൾ വെറുതെ എഴുതി പോകും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അല്ലെങ്കിൽ സുക്രാഫേറ്റ് സൊല്യൂഷൻ എഴുതി പോകും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് പെപ്റ്റിക് അൾസർ വരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം സ്റ്റൊമക്ക് സെക്രീഷന്റെ pH നോർമലാക്കി നിലനിർത്തുക. pH കൂട്ടാതെ, pH കൂടിക്കഴിഞ്ഞാൽ അവിടെ അൾസർ ഉണ്ടാകും. pHന്റെ അളവ് സ്റ്റൊമക്കിലുള്ള pHന്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഈ മെഡിക്കേഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് പെപ്റ്റിക് അൾസർ പ്രൊഫൈലാക്സിസ്. ഇനി ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, DVT പ്രൊഫൈലാക്സിസ് കൊടുക്കും. DVT പമ്പ് ഒരു കാരണം ഇല്ലാതെ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, പേഷ്യന്റ് വെന്റിലേറ്റർ പേഷ്യന്റ് ആണെങ്കിൽ എന്തായാലും DVT പമ്പ് നമ്മൾ കെട്ടാൻ പറയും. അത് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. തന്നെയല്ല, പേഷ്യന്റിന് ഫിസിയോതെറാപ്പി കൊടുക്കാൻ പറയും. പേഷ്യന്റ് കുറെ ബെഡ് ആണെങ്കിൽ ഫിസിയോതെറാപ്പി കൊടുക്കും. ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കുന്ന എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. സ്പോണ്ടേനിയസ് അവേക്കനിങ് ട്രയൽസ് ആൻഡ് ബ്രീത്തിങ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സെഡേഷൻ ഉള്ള പേഷ്യന്റ് ഉണ്ടാവും, ലോങ് ആയിട്ടുള്ള സെഡേഷനിൽ പോകുന്ന പേഷ്യന്റ്, ചിലപ്പം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ സെഡേഷൻ കൊണ്ടുപോകും. അപ്പൊ ഒരു സ്ട്രഗിൾ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ 1-2 കേസുകളുണ്ട്. ഒന്നെങ്കിൽ സിവിയർ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീഷർ ഉള്ള പേഷ്യന്റിനൊക്കെ സെഡേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സെഡേഷന്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് സെഡേഷൻ ഇല്ലാത്ത പേഷ്യന്റിന് കഴിയാൻ പറ്റുമോ എന്ന് നോക്കും. അതാണ് സ്പോണ്ടേനിയസ് അവേക്കനിങ് ട്രയൽസ്. ഇനി ബ്രീത്തിങ് ട്രയൽസ് എന്ന് പറയുമ്പോൾ, പേഷ്യന്റ് ചിലപ്പോൾ മെക്കാനിക്കൽ വെന്റിലേഷൻ ഫുൾ സപ്പോർട്ടിലോട്ട് പോകുന്ന പേഷ്യന്റ് ആയിരിക്കും. ആ പേഷ്യന്റ് പെട്ടെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് സ്ലോലി പ്രഷർ സപ്പോർട്ടിലേക്ക് മാറ്റി, അത് കഴിഞ്ഞ് കുറേശ്ശെ CPAP, BiPAP, അങ്ങനെ നോർമൽ ഓക്സിജൻ, അങ്ങനെ വളരെ കുറച്ചായിട്ട് വീനിങ് ചെയ്യും. അതാണ് ബ്രീത്തിങ് ട്രയൽസ്. അപ്പൊ ഇത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാപ്പ് പ്രിവെൻഷൻ, അതായത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാനുള്ള ഇതെല്ലാം നമ്മൾ എല്ലാം പഠിക്കണം. Next question, the primary acid base imbalance seen in acute kidney injury is options: metabolic acidosis,
respiratory acidosis, metabolic alkalosis, respiratory alkalosis. Correct answer metabolic acidosis ആണ്. The primary acid base imbalance seen in acute kidney injury metabolic acidosis ആണ്. Next question, the most common electrolyte abnormality seen in patient with pancreatitis is hypokalemia, hypocalcemia, hyperkalemia, hypercalcemia. Correct answer hypocalcemia ആണ്. സാധാരണ പാൻക്രിയാറ്റിസ് ഉള്ള പേഷ്യന്റിന് ഹൈപ്പോകാൽസിമിയ ഉണ്ടാകാം. Pancreatitis can be associated with tetany and hypocalcemia. It is caused primarily by enzymatic fat necrosis. Enzymatic fat necrosis ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഹൈപ്പോകാൽസിമിയ ഉണ്ടാകുന്നത്. ഒന്ന് പഠിച്ചു നോക്കുക. It is caused primarily by precipitation of calcium sorbs in the abdominal cavity. Precipitation, calcium sorbs അവിടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ precipitate ചെയ്യുന്നു. അതുകൊണ്ട് പാൻക്രിയാറ്റിസ് ഉള്ള പേഷ്യന്റ് എന്താണ് ഉണ്ടാകുന്നത്? ടെറ്റനി അതുപോലെ ഹൈപ്പോകാൽസിമിയ ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരലിറ്റിക് ഇലിയസ് occurs in patient with burns involving total body surface area greater than options 20%, 30%, 40%, 45%. Correct answer 20%. പാരലിറ്റിക് ഇലിയാസ് എന്നുള്ള കണ്ടീഷൻ സാധാരണ ഒരു ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് സാധാരണ നമുക്ക് ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ വരും, ഒരു ഇൻഡസ്ട്രിയൽ തടസ്സം വരും, നമ്മുടെ കുടലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ട്യൂമറോ അല്ലെങ്കിൽ അവിടെ ഫീക്കൽ ഇമ്പാക്ഷനോ ഒക്കെ കൊണ്ടിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് പാരലിറ്റിക് ഇലിയസ് ഉണ്ടാവും. അതില്ലാതെ അവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള മസിൽസിനോ നെർവ്സിനോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ഉണ്ടാകുന്ന കേസാണ് പാരലിറ്റിക് ഇലിയസ്. അത് ബേൺസ് ഉള്ള പേഷ്യന്റിന് ബോഡി സർഫസ് ഏരിയ 20% കൂടുതലാകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താന്ന്. Paralytic ileus is the occurrence of intestinal blockage in the absence of an acute physical obstruction. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ ബ്ലോക്കേജ് വരുന്നു. This type of blockage is caused by a malfunction in the nerves and muscles in the intestine that impairs digestive movement. ഡൈജഷൻ തടയുന്നു. എന്താണ് കാരണം? നെർവിനോ മസിലിനോ ഉള്ള പ്രോബ്ലം ആണ്. After burn injury, this can lead to the translocation of bacteria or their products, endotoxin, from the intestinal lumen to the circulation, thereby increasing risk of sepsis. ബേൺസ് ഉള്ള പേഷ്യന്റ് എന്താണ് ഉണ്ടാകുന്നത്? ഈ ഒരു എൻഡോടോക്സിൻ ബാക്ടീരിയകള് ഇൻറ്റസ്റ്റിനൽ ലൂമനിൽ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് വരികയും സെപ്സിസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതൊന്ന് ഓർത്ത് വെക്കണം. Next question, which of the following disease does not require airborne precautions? Options: chickenpox, H1N1, tuberculosis, measles. കറക്റ്റ് ആൻസർ H1N1 ആണ്. H1N1 എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ് വഴിയാണ്. നമ്മൾ സംസാരിക്കുകയോ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ് വഴിയാണ് H1N1 പകരുന്നത്. പക്ഷെ ചിക്കൻ പോക്സ്, ട്യൂബർക്ലോസിസ്, മീസിൽസ് ഇതൊക്കെ എയർബോൺ ആണ്, വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷൻ. മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷന് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാണ്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന മെറ്റാസ്റ്റാറ്റിക് ബോൺ ക്യാൻസർ. കറക്റ്റ് ആൻസർ സമരിയം 153 ആണ്. സമരിയം 153 ആണ് മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷന് കൊടുക്കുന്നത്. ഇനി അയഡിൻ 131 കൊടുക്കുന്നത് തൈറോയ്ഡ് ക്യാൻസറിനാണ്. അയഡിൻ 131 കൊടുക്കുന്നത് എന്താണ്? തൈറോയ്ഡ് ക്യാൻസറിനെതിരാണ് കൊടുക്കുന്നത്. വൈട്രിയം 90 കൊടുക്കുന്നത് റേഡിയേഷൻ ആണ്. ക്യാൻസറിന് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ആണ് വൈട്രിയം 90. അയഡിൻ 131 തൈറോയ്ഡ് ക്യാൻസർ, വൈട്രിയം 90 റേഡിയേഷൻ തെറാപ്പി. ദെൻ ഫോസ്ഫറസ് 32 എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോളിസൈത്തീമിയ വെറ എന്നുള്ളൊരു കണ്ടീഷൻ, പോളിസൈത്തീമിയ വെറ എന്നുള്ള കണ്ടീഷൻ ഉപയോഗിക്കും. അതുപോലെ ലുക്കീമിയ, ടൈപ്സ് ഓഫ് ലുക്കീമിയകളിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐസോടൈപ്പ് ആണ് ഫോസ്ഫറസ് 32. അതുപോലെ പോളിസൈത്തീമിയ വെറ എന്നുള്ള ബ്ലഡ് ഡിസോർഡറിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിവിടെ 10 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് പോയിന്റ്സും നോക്കി. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത 10 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് പോയിന്റ്സും ആയിട്ട് നമുക്ക് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മൾ ജയച്ചയുടെ വീഡിയോയും എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ 2 ചാനലുകളിലായിട്ടും ഈ ചാനലിലും നമ്മുടെ സെക്കൻഡ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ ചാനൽ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി.